എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും കാണുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച തണുത്തു പോകുന്നതാണ് ഇപ്പൊ എന്റെ പേടി. പുറത്തു പോയി നോക്കട്ടെ. ഇതിപ്പോ എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് ഇതെന്തായിരിക്കും വൈകിയത് ദൈവമേ. അതിന് വരുന്ന വഴിക്ക് എവിടെയും കേറിയോ എന്തോ. മോനെ, നീ അവരെ ഒന്ന് വിളിച്ചു നോക്കടാ. ഞാൻ അളിനൊക്കെ വിളിച്ചിട്ടായിരുന്നേ. അവർക്ക് എത്താറേ. അവര് വരുമ്പോഴേക്കും ഞാൻ മോളിൽ പെട്ടെന്ന് റൂമൊക്കെ റെഡി ആട്ടെ. സമാധാനം എത്തിയല്ലോ. പിന്നെ പൂള വേഗം റെഡിയാക്കട്ടെ. മോനെ, വന്നതും പൂളയും കോഴിക്കറിയും കൊടുക്കല്ലേ? ആ, പൂള എന്താ ചെയ്യുന്നത്? വെറുതെ പുഴുങ്ങാണോ? മോളെ, ചെറിയ കഷ്ണമായിട്ട് പുഴുങ്ങിയെടുത്തിട്ടേ ഒന്ന് മുളകൊക്കെ ഇട്ട് വറവിലിടാ. മോൻ അന്ന് വന്ന് കൊടുത്തത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടാ. ആ, പിന്നെ എന്ന് വന്നാലും ഏട്ടാ അന്ന് രാത്രി തന്നെ തിരിച്ചു പോയില്ലേ? ഇത്തവണ അങ്ങനെ വിടലമ്മേ. നമ്മൾ എന്തായാലും പിടിച്ചിരുത്തണം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിട്ടാ മതി. ഇല്ല മോളെ, വന്നത് എന്തായാലും ഇവിടെ തീരുമാനിച്ചിട്ടില്ല. മോൻ വന്നെത്തിയതും പോകുന്ന കാര്യം ഇവിടെ ഒറ്റാളും കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് രുക്മിണി ശാന്തേക്കില്ലേ, ഇത്രയും വലിയ വീട്ടിൽ ചക്രാണ് പറഞ്ഞ് വിശ്വസിക്കുന്നേ ഇല്ല. ഇനി ഇവിടെ വരട്ടെ. കുറച്ചു ദിവസം എത്തി എന്റെ മോളെയും മരുമോനും കൂടെ അങ്ങോട്ടും കൊണ്ട് കുറെ പ്രശ്നം നടത്തിക്കണം. വേണേ നീയും വന്നോ ഞാൻ കണ്ട പോലെ. പിന്നെ അളിയന്റെ കമ്പനിയിലെ നല്ലൊരു പോസ്റ്റ് വേണമെന്ന് ഏട്ടൻ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിട്ട് വേണം ആ കാര്യം കൂടി ഒന്ന് പറയാൻ. നല്ല ശമ്പളമായിരിക്കില്ല അവിടെ. ഓ, അതൊക്കെ ശരിയാക്കി തരും. ഒരു കുഴപ്പമില്ല. വലിയ പോസ്റ്റിൽ അവൻ ജോലി ചെയ്യുന്നത്. ആ, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നമ്മേ? വേണ്ട മോളെ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തോളാം. നീ പോയിട്ട് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്തോ. ആ, അമ്മേ, മോള് വന്നോ? ഇതെന്താ മോളെ എത്ര നേരോട് കാത്തിരിക്കുന്നത്? അത് വരുന്ന വഴിക്ക് ഏട്ടന് 1-2 സ്ഥലത്ത് കേറാനുണ്ടായിരുന്നു. അതുകൊണ്ടാ വൈകിയത്. വാ മോനെ, കേറ്. വേണ്ട എടമ്മ എല്ലാരും ഉണ്ട് മോളെ. ഞങ്ങളെ കാത്തു നിൽക്കായിരുന്നു മോനെ. അതാ വന്ന. അത് ശരി. അപ്പൊ സൺഡേ ആയിട്ട് എവിടെയും പോയില്ല? ഇല്ല, അളിയൻ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവാം. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നല്ലേ ഞങ്ങള്. ഞാൻ ഏട്ടനോട് പറഞ്ഞതായിരുന്നു, നമ്മള് വരുന്നോണ്ട് ആരും എങ്ങോട്ടും പോവില്ല, എല്ലാരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കുന്നത്. വന്നു കളിക്കണ്ട മോനെ, ഇരിക്കി. മോൻ എന്താ എടുക്കണ്ടേ? ചായ കോഫിയോ? ചായ എടുത്താൽ മതി അമ്മേ. എന്നാ ആയിക്കോട്ടെ മോനെ. വാ മോളെ, ചായ എടുക്ക. പിന്നെ സുഹൃത്തെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിക്ക് എങ്ങനെ പോകുന്നു? ജോലിയുടെ കാര്യങ്ങള് അത് കുറച്ച് പറയാനുണ്ട് ഇതിനോട്ടാ. ഇതിനോടൊപ്പം വരെ നല്ല സ്നേഹമാണല്ലോ നിന്റെ വീട്ടുകാർക്ക്. എല്ലാരും അങ്ങനെ തന്നെയാ. എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം. നീ വന്ന് ടവൽ എടുത്ത. നീ വഴുതിന് ഇപ്പൊ അങ്ങോട്ട് ഇത് പോയി. എടാ, ചേട്ടനിപ്പൊ വിടുന്നില്ല. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. സമാധാനത്തിൽ സംസാരിക്കാൻ മോനെ. പിന്നെ മട്ടൻ കറിയും മാത്രം മതി. ഇപ്പൊ ചിക്കനും പോളയും കൊടുക്കാം. ഉച്ചക്ക് മട്ടൻ കൊടുത്താൽ മതിയോ? മോളെ, ഉള്ളി ഉണ്ടാക്കി കൊടുത്ത് മട്ടനിൽ റെഡിയാക്കട്ടാ. മട്ടന്റെ ഇതെല്ലാം ഒരാൾ വരും. ഇവിടെ നിരത്തി വെക്കണേ. പ്ലേറ്റ് എങ്ങോട്ട് വെച്ചേ? അടുക്കളയ്ക്ക് വെച്ച് വന്നാലോ. ഏട്ടാ ടവല് ഫ്രഷ് ആയിട്ട് വന്നോ? ആ, അവിടെ വെച്ചോ, ഞാൻ എടുക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും സ്നേഹം കണ്ടോ? എപ്പോഴും എന്നോട് എന്താ പറയാറ്? എല്ലാവരും പൈസക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്നേഹത്തിന് ഒരു പ്രാധാന്യം ഇല്ലാന്ന്. ഇപ്പോഴോ? ഇതുകൊണ്ടാ ഞാൻ ഏട്ടനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. മോളെ, സോപ്പ് വേണ്ടേ? സോപ്പ് വാഷ്റൂമിലുണ്ട്, ഞാൻ കണ്ടത് അവിടെ ഉണ്ട്. ആ സാറില്ല നിങ്ങൾക്ക് വേണ്ടി കഴിച്ചത്. കണ്ടോ? നിന്റെ വീട്ടുകാർക്ക് എന്നോട് ഇത്രയും സ്നേഹമോ? നീ എന്തായാലും സോപ്പ് തന്നേക്ക്. നീ ഇപ്പൊ അതെടുക്കാണ്ട് അവർക്കൊരു വിഷമം വേണ്ട. ചേച്ചി, ഏട്ടൻ ഈ ടവൽ കൊടുത്തായി. ഇത് ഇന്നലെ മേടിച്ച. അത് കുറച്ച് രസാ. എനിക്ക് വയ്യ. സാധാരണ ഞാൻ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേ ബിസിയാണെന്ന് പറഞ്ഞ് ഒരു ചായയും കുടിച്ച് പോകുമ്പോണ്ടല്ലോ,
നിന്റെ ഈ വീട്ടുകാരുടെ സ്നേഹം മനസ്സിലാക്കിയുള്ള സമയം സത്യം പറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ സ്നേഹം കൊണ്ട് കൊല്ലുന്ന എനിക്ക് തോന്നുന്നത്. ഏട്ടൻ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ. ആ എന്താ തിരക്കില്ല? അവരൊക്കെ എവിടെ പോയി? ആ അവരൊക്കെ ഇത്ര നേരം ഇവിടെ ഓരോ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേരിക്ക് പോയതാ. ഞങ്ങളൊന്നിപ്പോ എല്ലാവർക്കും നല്ല തിരക്കായില്ല അമ്മേ? തിരക്കോ? ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളു മോളെ. വന്നതിന് തന്നെ ഓടുന്ന ആളാ. അപ്പൊ ചായ കുടിക്കാൻ നിൽക്കുന്ന പറഞ്ഞാൽ വലിയ കാര്യം. പിന്നെ മോളെ കുറച്ച് ദിവസം ഇവിടെ ഇരുത്ത്, എന്നിട്ട് പറഞ്ഞാച്ചാ മതി. ജോലിക്കോണി ഇവിടുന്ന് പോയാ പോരെ. ആ അമ്മേ, സാധാരണ വന്നത് ഓടുന്നല്ലേ. എനിക്കുണ്ട് ഏട്ടൻ ഇവിടെ കുറച്ച് ദിവസം നിക്കണം എന്നൊക്കെ. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഇപ്രാവശ്യം ഏട്ടനെ കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടിട്ടേ പുള്ളി ആകെ വണ്ടടിച്ച് നിൽക്കുക. എന്തായാലും പറഞ്ഞാ കുറച്ച് ദിവസം നിൽക്കും. ഓ, അങ്ങനെയാണ് ഒരാഴ്ച ഇവിടെ ഇരുത്തണേ മോളെ. എനിക്കേ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ മരുമോനൊന്ന് കാണിച്ചു കൊടുക്കണം. കാർ എന്തിനാ മോളെ അകത്തിട്ടത്? പുറത്ത് നിർത്തിയ പോരായിരുന്നോ? കാണട്ടെ നാലാൾക്കാർ. ഈ അമ്മേന്റെ ഒരു കാര്യം. എന്നാലും ആയിക്കോട്ടെ, നാളെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങുമ്പോഴേ കാറ് അവിടെ തന്നെ നിർത്താം, അകത്തേക്ക് എടുക്കുന്നില്ല. അതുപോലെ മോളെ ഇപ്പോഴത്തേക്ക് ഞാൻ പൂളയും പുഴുങ്ങി ചിക്കനും ആക്കി വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് മട്ടൻ. വേറെന്താ ആക്കേണ്ടത്? മോൻ എന്താ ഇഷ്ടം? അയ്യോ അമ്മ, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും കഴിക്കൊന്നുമില്ല. എന്തായാലും മതി. ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. അവൾ അങ്ങനെയൊക്കെ പറയും. എന്റെ മരുമോൻ നല്ലപോലെ സൽക്കരിച്ചില്ലെങ്കിൽ എന്നെ നാണക്കേട് എനിക്ക്. നല്ല പഴമുണ്ട്, അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാം. ഇത് മക്കളെ പൂള കഴിക്കും. സന്ധ്യ കറി എടുക്കുന്നുണ്ട്. മോൻ ഇഷ്ടപ്പെടും നോക്ക് പൂള. സന്ധ്യ കറി വേഗം കൊണ്ടോ. നിങ്ങളൊന്ന് നോക്കിക്കുന്ന കഴിക്ക്, വേഗം കഴിക്ക്. എടി സന്ധ്യ വേഗം കറി കൊണ്ടെടുക്ക. എന്താക്കുക? കഴിക്ക്. കഴിക്കടാ. അല്ല, നീ ഒന്ന് ജോലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നേ, എന്താ സംഭവം? അതേട്ടാ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സാലറി വളരെ കുറവാ. അപ്പൊ അവിടെ നിന്ന് മാറാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഏട്ടന്റെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചില് എനിക്ക് ജോലി ശരിയാക്കി തരികയാണെങ്കിലേ അവിടെ സാലറി കൂടുതലാണല്ലോ. ആ, അത് നമുക്ക് നോക്കാം സുഹൃത്തെ. ആ ദിനേട്ടാ, കഴിക്ക്. സന്ധ്യ കൊടുക്ക് കൊടുക്ക്. കറി ഏട്ടാ കഴിക്കേ. പിന്നെ മോനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. മോളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മേ, ഞങ്ങള് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഇതുവരെയായിട്ട് ദിനോടിനെ കണ്ടില്ല. എപ്പോഴും വന്ന് അന്ന് തന്നെ പോലെ. എന്തായാലും ഞായറാഴ്ചല്ലേ, കുറച്ചായിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാറുണ്ട്. അതെ അതെ, അതുകൊണ്ട് കാപ്പാടിലേക്ക് ഒന്ന് പോകണം അല്ലേ? എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ആണ്. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മരുമോൻ എവിടെ? മരുമോൻ വന്നോന്ന് പറയണോ? കാണുന്നില്ല. വരുമ്പോഴേക്കും പോക്ക് കഴിഞ്ഞില്ലേ? അതിനിപ്പോ എന്താമേ, നമുക്ക് കാപ്പാടോ ബേപ്പൂരോ എവിടെ വേണേലും പോവാ. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലേ ഏട്ടാ? ഇതാരുണ്ടാക്കിയതാ? അമ്മ ഉണ്ടാക്കിയതാ? സന്ധ്യ ഉണ്ടാക്കിയതാ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ മോളെ. സന്ധ്യന്റെ രസം വൈകുന്നേരമാ. അത് ശരി, നിങ്ങൾ കഴിക്കേ. മോനെ കേട്ടോ, ഒരു കാര്യം പറ. അവിടെ എല്ലാരും കൂടിയിട്ടേ നാളെ നമ്മൾ എവിടെയാണ് ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. രസമായിരിക്കുമല്ലോ എല്ലാവർക്കും കൂടിയിട്ട്. ആദ്യമായിട്ടല്ലേ ഏട്ടന് ഇങ്ങനെ കിട്ടണേ. എന്തോ പറ്റി? എന്തേ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ലടോ, ഓരോ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നിട്ടേ ഒരു സമാധാനം കിട്ടുന്നില്ല. നമ്മൾക്ക് ഇവിടെ വന്നിട്ട് 2-3 ദിവസമായില്ലേ. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോ ഭയങ്കര ടെൻഷൻ. എന്ത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സത്യാവസ്ഥ എന്തായാലും നമുക്കറിയാലോ. ഇതിപ്പോ ഇവരെല്ലാരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവോ? ഓ, അതാണ് കാര്യം. അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവിടെ ആരും അങ്ങനെയൊന്നും അല്ല. ഒന്നും കണ്ടിട്ടൊന്നും അല്ല ഇവര് നമ്മളെ സ്നേഹിക്കുന്നത്. പിന്നെ വേറെ വലിയ സംഭവം ഒന്നും അല്ലല്ലോ.
ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഒരു ജോലി നഷ്ടപ്പെടുന്നോണ്ട് ഇങ്ങനെ ഡെസ്പാണ്ട കാര്യമൊന്നുമില്ല. 2-3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വേറൊരു ജോലിയിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്. ഞാൻ എത്ര കഷ്ടപ്പെടുക കുടുംബത്തിന് വേണ്ടിട്ട്, അതെനിക്ക് അറിയുന്നതല്ലേ. എന്റെ ജോലി ഒന്ന് പോയെന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ ബിഹേവിയർ ഉണ്ട് എന്നോട്. സ്വന്തം വീട്ടുകാരൻ എങ്ങനെ, പിന്നെ ഭാര്യന്റെ വീട്ടിൽ വന്നിക്കാന്ന് പറയുമ്പോ അത് എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കണേ? എന്നോടുകൂടെ എല്ലാവർക്കുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ടതല്ലേ. അപ്പോ അതൊക്കെ ഏട്ടനോടും ഉണ്ടാവില്ലേ. പിന്നെ മോളുടെ ഭർത്താവല്ലേ, ആ സ്നേഹവും റെസ്പെക്റ്റും സ്ഥാനവും ഒക്കെ ഇവിടെ എന്നും ഉണ്ടാവും. അതിപ്പോ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്നാലും നമുക്കിട്ട് തുറന്ന് പറഞ്ഞാലോ? ഇതിപ്പോ എല്ലാരും മൂവ് പോകുമ്പോഴേ ഒരു ശ്വാസം മുട്ടൽ പോലെ. കാരണം അമ്മ ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ജോലിക്ക് പോയിക്കൂടെ എന്ന്. പോലെ തന്നെ സുജിത്തും പറഞ്ഞ അവൻ എന്റെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കയറണം. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടെൻഷൻ. പറയാം, പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ. എന്നാലും കുറച്ച് കമ്പനീസിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ നല്ല ജോലിക്ക് വേണ്ടിയിട്ട്. അതാണ് ഇതിനേക്കാളും വലിയ പോസ്റ്റുകൾ. ഇതിപ്പോ ജോലി പോയി നിങ്ങാനും പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ അതിന്റെ ഒരു മുഷിപ്പ് വേണ്ട. ചിലപ്പോ ഈ മാസം തന്നെ കിട്ടുകയാണെങ്കിലോ അപ്പൊ പിന്നെ ആരും അറിയും വേണ്ട. അത് മാത്രല്ല 10 ദിവസം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ കുറച്ച് ദിവസം എക്സ്ട്രാ നിന്നാലും അവർക്ക് സന്തോഷം ഉണ്ടോ. അതുകൊണ്ടാ തൽക്കാലം ഇത് ഇങ്ങനെ പോട്ടെ. ആ എന്നാ പിന്നെ ഇപ്പൊ പറയണ്ടല്ലേ. മോളെ, മീൻകാരൻ വന്നിട്ടുണ്ട്. നല്ല നല്ല മീന് വാങ്ങിയ മോൻ കഴിക്കുമല്ലോ അല്ലേ? വാങ്ങിക്കോ. എവിടെ പോയതാ രാവിലെ തന്നെ? ഞാൻ രാജേഷിന്റെ വീട്ടിലൊന്ന് പോയതാണ് മോളെ. ആ കുട്ടി ഇന്നലെ വന്നതാ. ചെക്കനെയും കൂടി ഒന്ന് കാണാൻ പറയാൻ നേരത്തെ പോയതാ. അവൻ വന്നത് കൊണ്ടാക്കി ഇങ്ങോട്ട് പോയത്രേ. അല്ലെങ്കിൽ ഇന്നലത്തെ കാലത്തൊക്കെ പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് ചെക്കന്മാർ നിൽക്കുവോ? സബിതേന്റെ കാര്യ അവൾക്ക് എങ്ങനെ സുഖമായിട്ടിരിക്കണോ? അവൾക്കുണ്ട് സുഖത്തിന് കുറവ് മോളെ. ചെക്കന് നല്ല ജോലി, നല്ല ശമ്പളം. ഞാനിപ്പോ അതല്ല പറയുന്നത്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങളിവിടെ വരാത്ത മുന്നേ എന്താ മരുമകൻ വരാത്തത്, മരുമകൻ എന്താ ഇവിടെ ഇരിക്കാതിരിക്കാത്തതായി ഇപ്പൊ ചോദിക്കുക രാജേശ്വരി അവരൊക്കെ വന്നിട്ട് 8 ദിവസമായില്ലേ, എന്താ മരുമകൻ പോകാത്തത്, എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളത്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനിപ്പോ എന്ത് പറയണ, ഞാനൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ വന്നു. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോകുമല്ലോ, അതോടെ കഴിഞ്ഞില്ലേ ചോദ്യം. അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ ചോദിക്കില്ലേ. അമ്മ അതല്ല, ഏട്ടൻ ഇവിടെ കുറച്ച് ദിവസം കൂടി നിന്നാലോന്നുണ്ട്. അതെന്താ മോളെ, ഇത്ര ദിവസം അവന് ലീവ് കിട്ടുമോ? അല്ലെങ്കിൽ എന്റെ മനസ്സിലുണ്ട് എന്താ ഇവിടെ കൊണ്ട് ഇത്ര ദിവസമായി ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നും കാണുന്നില്ല. പിന്നെ മോനും എന്നോട് ചോദിച്ചു എന്താ അമ്മ ഏട്ടൻ ഇത്ര ദിവസമൊക്കെ ലീവ് ഉണ്ടോ എന്നുള്ളത്. അതമ്മ, എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏട്ടനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല. അത് ഏട്ടന്റെ കമ്പനി ചെറിയൊരു നഷ്ടത്തിലാ. അതുകൊണ്ട് എംപ്ലോയീസിന്റെ സാലറി ഒക്കെ കുറച്ചു. അപ്പൊ ഏട്ടൻ അവിടെ നിന്ന് റിസൈൻ ചെയ്താ. ഇപ്പൊ ഏകദേശം 2 മാസത്തോളമായി ജോലി വിട്ടിട്ട്. അപ്പൊ ജോലി ഇല്ലേ? ഇല്ല അമ്മ, ജോലി ഇല്ല. ഇതിപ്പോ 2 മാസത്തോളം ആയല്ലോ ജോലി പോയിട്ട്. ഏട്ടന്റെ അമ്മയാണെങ്കിൽ അവിടെ പാടാൻ തുടങ്ങി. ഏട്ടനോട് ഒരു വിലയില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. ജോലിയുള്ള സമയത്ത് എന്തൊരു ഇഷ്ടമായിരുന്നു. മോനെ മോനെ എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ഇപ്പൊ എടാ പോടാ വാടാന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏട്ടനോട് അനിയനോടൊക്കെയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി എല്ലാവരും കൂടി അങ്ങോട്ട് ഒറ്റപ്പെടുത്തുക. ആ പാവത്തിന്റെ മനസ്സ് ആകെ തകർന്നു പോയി. അതുകൊണ്ടാ പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാന്ന്. ഇങ്ങനെ വിഷമമുള്ള സ്ഥലത്ത് എങ്ങനെ നിൽക്കാനാ അമ്മ? അയ്യോ, അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ അവന്റെ സ്നേഹം? ഞാൻ കണ്ടതല്ല അന്ന് വന്നിട്ട് മോനെ 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 പറഞ്ഞ അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടല്ലോ. ശമ്പളം കിട്ടുമ്പോൾ നല്ല സുഖലൊക്കെ വാങ്ങിയെടുക്കേ. ഇപ്പൊ കുറച്ച് ദിവസം ജോലി ഇല്ല എന്ന് പറഞ്ഞാ മിണ്ടലൂല, പറയലൂല, ഒന്നിലും ഒരു വിലയില്ല അല്ലെ. മക്കളൊരു കാര്യം ചെയ്യും, കാൽക്കളൊരു വാടക ഇവിടെ എടുത്ത് താമസിക്കും. ഈ ജോലി ഇല്ലാത്ത സമയത്ത് എങ്ങനെയാ അമ്മ ഒരു വാടക വീട്ടിലേക്കും കൂടി താമസം മാറുക? ചെറിയ പൈസയാണ്. 15,000 20,000 ഒക്കെയാണ് ഓരോരോ നല്ല നല്ല വീടെടുത്ത് ചോദിക്കുന്നത്. ഏട്ടന് ഒരുപാട് വിഷമമല്ലേ ആവുള്ളൂ. അതുകൊണ്ടാ പിന്നെ ഞാൻ പറഞ്ഞതാ. ഇവിടെ എല്ലാവർക്കും ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അമ്മയും പറയില്ലല്ലേ ഇവിടെ വന്ന് നിക്കലില്ലാന്ന്. ഇതിപ്പോ ഞങ്ങൾ 1-2 മാസം ഇവിടെ നിന്നിട്ടെ പതുക്കെ ജോലിയൊക്കെ കിട്ടിയൊന്ന് മാറാം. ഇവിടെ ആവുമ്പോ ഏട്ടന് സമാധാനം ഉണ്ടാവും, സ്നേഹിക്കാനും ആളുണ്ട്, ജോലി പോയ വിഷമം ഉണ്ടാവില്ല. ഇവിടെ നിക്കാനോ? അത് 2 മാസോ?
എന്റെ മോളെ ഞാൻ നിന്നെ കൊണ്ട് പറയാണ്ട. പുറത്തിറങ്ങും പാൽക്കാരനും മീൻകാരനും ജാനകിന്റെ നോട്ടം മുഴുവനും ഇങ്ങോട്ടാ. അപ്പൊ എല്ലാവരും ചോദിക്കുക ഇതെന്താ മരുമോൻ വന്നിട്ട് ഇവിടെ തന്നെയാണല്ലോ എന്ന്. നീ 2 മാസം കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയില്ലേ. വലിയ പത്രാസിൽ കല്യാണം കഴിച്ചു കൊടുത്താണല്ലോ മരുമോന്റെ ജോലി പെട്ടത് വീട്ടിൽ വന്നിരിക്കണം എന്നുള്ളത്. നാണക്കേട്, പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അല്ല ഇപ്പം ദിനമോ ഒരു കാര്യം ഞാൻ രാവിലെ കാറും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി രാത്രി വീട്ടിൽ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാരോട് പറയാ മരുമോൻ ജോലിക്ക് പോയിട്ട് അങ്ങോട്ട് വരികയാണ്, അവിടെ വീട് പണിയാണ്, എന്തെങ്കിലും ഒരു കള്ളത്തരം പറയാം. അപ്പൊ അതുമില്ല. അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞും പോയി 10 ദിവസം ഇരിക്കുന്നുള്ളത്. അത് വല്ലാത്തൊരു അബദ്ധമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അമ്മ തൽക്കാലം നാട്ടുകാർ എന്ത് പറയണ ചിന്തിക്കണത് നമ്മൾ നോക്കണ്ട. ഇല്ലെങ്കിലും അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടും. സ്വന്തം കാര്യം നോക്കാനല്ലോ അവർക്ക് സമയമുള്ളത്. എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ വേണ്ടവർ ഞങ്ങൾ എല്ലാവരും വാതിലൊഴിച്ച് അകത്തിരിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങി എന്തായാലും നാട്ടുകാർ ചോദിക്കും. ഓ എന്ത് കഷ്ടകാലത്തിനാണോ ഞാൻ നിങ്ങളെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. ഞാൻ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊക്കെ രമയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും. അമ്മേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തരോ കുടിക്കാൻ? വെള്ളമാ മോനെ? ആ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോ. ഇങ്ങനെ മട്ടലവിടെ വീണ് കിടക്കുന്നു. അമ്മേ ഏട്ടനാണോ? എനിക്കൊന്നും അറിയില്ല മോനെ, അവിടെ എവിടെ ഉണ്ടാവും. അന്നല്ലേ എവിടെ പോയി? ഞാൻ നേരത്തെ അവിടെ കണ്ടാണല്ലോ. ഇനി പുറത്തെങ്ങനെ പോയമ്മേ? പിന്നെ പുറത്തേക്ക് പോകുന്നു. അല്ല ജോലിയും കൂടിയുള്ളവരാണ് എവിടെയും പോയി എന്ന് പറയാം. ഇത് ഒരു പണിയിലാണ്ട് ഭാര്യ വീട്ടിൽ വന്നിരിക്കുന്ന ആൾ എവിടേക്ക് പോകാനാ? എന്താണ് ഈ പെരുവ് വെക്കുന്നത്? ഒന്നുമില്ല, അവൻ മേലെ എവിടെയും ചെന്നിരിക്കുന്നുണ്ട്, അതേ പോയി നോക്ക്. അമ്മന്റെ ടോണിൽ എന്തൊരു വ്യത്യാസം ഒന്നുമില്ലേ? എനിക്ക് എന്റെ ജോലിയുടെ കാര്യം പറയായിരുന്നു. ഏട്ടൻ പോകുമ്പോഴേക്ക് എനിക്ക് എങ്ങനെയാണ് ജോലി സെറ്റാക്കി എടുക്കണം. ഇപ്പൊ അവർക്ക് നല്ല ശമ്പളം വളരെ കുറവാ. നിനക്ക് ശമ്പളം കുറവല്ലേ ഉള്ളൂ, അവന് ശമ്പളം ഇല്ല. എന്തെന്ന് പറഞ്ഞ ശമ്പളം ഇല്ലെന്നോ? അമ്മ എന്താ പറയുന്നത്? എന്ത് പറയാനാ മോനെ, ഞാൻ നിന്നെ കൊണ്ട് പറയണ്ട വിചാരിച്ചിരുന്നതാ. മനസ്സിൽ കിടക്കാണ്ട് പറയാ. ജോലിയും കൂലിയൊന്നും ഇല്ലടാ. 2-3 മാസമൊക്കെ ജോലി പോയിട്ട് ആ തള്ളയെ ഒരിക്കൽ സ്വൈരം കൊടുക്കാണ്ട് ഇവിടെ വന്നിരിക്കുക. ഇപ്പൊ ഒന്നും ഇവിടുന്ന് പോകണ ലക്ഷണമൊന്നും ഇല്ല. അത് ശരി. അത് അന്ന് ഞാൻ ചോദിച്ചപ്പോ കാപ്പാടാ വേക്കൂര് എവിടെ കാണുന്നു പോ ഇഷ്ടം പോലെ സമയം പറഞ്ഞല്ലേ. ഇതാ കാര്യല്ലേ? എന്നാലും എന്റെ അറിയാ. അതന്നെ മോനെ, അവള് മാത്രം എന്തെങ്കിലും ആകട്ടെ എന്ന് പറയും. ഇപ്പൊ 2 ഇല്ലേ, പോകാൻ പറയാൻ പറ്റുമോ? മോളെ ഭർത്താവായി പോയില്ലേ, ഏതു നേരവും കാറ് കഴിഞ്ഞ എന്നെ പണി. അച്ഛനും ഞങ്ങളുടെ കൂടെ പോയ പോലെ. ഓ നാട്ടുകാരറിഞ്ഞ മോശമല്ലേ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയും ചെയ്ത് അളിയന്റെ കമ്പനിക്ക് കയറാൻ പോകാൻ നല്ല സാലറി കിട്ടുമെന്ന്. എന്തിപ്പോ എന്താ പറയാൻ പറ്റില്ല. നീ ഏതു നേരം അളിയ പറഞ്ഞ പുറകെ നടക്കാൻ നിൽക്കണ്ട. അവൾ അന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്നേഹം കണ്ടോ അവൻ ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്നുള്ളത്. ഇനി എല്ലാവരും കുറച്ച് അകന്നകന്ന് നിൽക്കുക, അപ്പൊ തനി അങ്ങ് പോയിക്കോളും. ഓ എന്നാൽ എന്റെ ജോലി. ഏട്ടപ്പ എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? പാലാണോ അതോ ജ്യൂസ് ആണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്നാ പിന്നെ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. എന്ത് ചെയ്യാ മോളെ? അമ്മേ ഞാൻ ദിനുവേട്ടന് ജ്യൂസ് ഉണ്ടാക്കുക. ജ്യൂസ് അടിക്കാൻ പോകുകയെ? ഇത്രയും പാലും പഴമൊക്കെ എടുത്തിട്ടാ മോളെ? അവരിപ്പൊന്നും പോകില്ല, കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് പാല് മാത്രം എടുത്തു കൊടു. പഴോടി ഇരുന്നോട്ടെ, കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ പോയിക്കോ, ഞാൻ കൊണ്ട് കൊടുക്കാം പാല്.
ഏട്ടാ ജ്യൂസ് അമ്മ എടുക്കേ. ആ പിന്നെ ഇത്രയും വില കൊടുത്ത് കുറച്ച് നല്ല നാടൻ പഴം അത് കൊടുക്കല്ലേ പിന്നെ വെറുതെ ഇരിക്കുന്നവന്. അല്ലെങ്കിൽ വേണ്ട, വെറുതെ ഇരിക്കാൻ എന്തിനു പാല്, ഞാൻ കൊടുക്കട്ടെ. എന്താ വിൽക്കാൻ വന്നിരിക്കുന്നത്? മോളെ, എന്താ അമ്മേ? നിന്റെ കാറ് പുറത്ത് വെച്ചിരിക്കണേ? ഓ അതോ, അത് ഏട്ടൻ മീൻ വാങ്ങാൻ പോയതായിരുന്നു. എല്ലാ ദിവസവും പച്ചക്കറി തന്നെയല്ലേ, ഏട്ടൻ അത് അങ്ങനെ പറ്റണില്ല. പിന്നെ വന്നപ്പോ ഞാനാ പറഞ്ഞു കാറ് തൽക്കാലം പുറത്തിട്ടോളാൻ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകുമ്പോ പിന്നെ വെറുതെ അകത്ത് കയറ്റിട്ട് ബുദ്ധിമുട്ടാവണ്ടല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ എടുത്താ പോരേ? ആ ചീമനെ കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി എന്നുള്ളതാ. ഇപ്പോൾ പണിക്ക് അങ്ങോട്ട് പോകുമ്പോ കണ്ടെങ്കിൽ മതി നാണക്കേടും മറ്റുള്ളവർത്തൊക്കെ പറഞ്ഞു നടക്കേ. അതിനിപ്പോ എന്താ അമ്മേ, ഏട്ടന്റെ കാറ് പുറത്തെടുക്കുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ എത്രമാത്രം കുറവുള്ളത്? ഇവളോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഏതെങ്കിലും പെമ്പിള്ളേന്റെ ഭർത്താക്കന്മാര് ഭാര്യ വീട്ടിലൊന്ന് 10-15 ദിവസം ഇരിക്കോ? അതന്നെ നാണക്കേട്. അതിലേറെ ജോലിയും പോയിരിക്കുന്നു. അവന് ബോധമില്ല. എന്തെങ്കിലും കുറച്ച് വിവരം ഉണ്ടാ? അവൾ കാറെടുത്ത് അകത്തിടാൻ പറയും. മനുഷ്യൻ തമ്മിൽ നാണക്കേട്. എടാ ഞാനേ കുറച്ച് ദിവസം എന്നോട് കാര്യം സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ വരുമ്പോ നിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ നല്ല സ്നേഹവും അവർ നല്ല സന്തോഷമായിരുന്നു. അതൊക്കെ ഇപ്പൊ എവിടെ പോയി? നീ എന്റെ ജോലിനെ കുറിച്ച് വല്ലതും അവരോട് പറഞ്ഞോ? ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ കാര്യം അറിയുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നു. നമുക്ക് എല്ലാവരും സൈഡും നല്ലൊരു മോറൽ സപ്പോർട്ട് കിട്ടും, കുറച്ചുകൂടി സമാധാനത്തില് ജോലി കിട്ടുന്നവരോട് നിൽക്കാൻ വരുന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അതിപ്പോ ഇങ്ങനൊരു റെസ്പോൺസ് ആണ് ഇവരെ ഉണ്ടാകാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സ്വന്തം വീട്ടിൽ അത്രയും പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ തിരിച്ചു വന്ന് നോക്കാം. ഞാനും ഇപ്പൊ അതന്നെ ആലോചിക്കുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവുമ്പോ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഒന്നും ഇല്ലാണ്ടാവുമ്പോ ഇതൊക്കെയായിരിക്കും അവസ്ഥ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ നല്ല കുടുംബത്തിനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ആ സുഹൃത്തെ, ഞങ്ങൾ പോവാണേ. നിങ്ങൾ പോവുകയാണല്ലേ? അമ്മേ ഞങ്ങൾ ഇറങ്ങ. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്നിട്ടേ അമ്മയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങാൻ നാണക്കേട് വേണ്ട. സുഹൃത്തെ, ഞാൻ നിന്റെ ജോലിക്കാരും വെറുതെ പറഞ്ഞല്ല കേട്ടോ. നിന്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എന്റെ കുറെ ഫ്രണ്ട്സ് വേറെ കമ്പനിയിലൊക്കെ ഉണ്ട്. ഞാൻ കമ്പനി വിട്ട് നോക്കണ്ട, അവരെന്തായാലും ഒരു മാസത്തിനുള്ളിൽ ശരിയാക്കി തരും നിനക്ക്. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ആളെയും കയറിപ്പെട്ട നോക്ക്. എന്റെ അറിയാൻ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. അതെ, ഫോൺ ടേബിളുണ്ട്. ഞാൻ അത് മറന്നു കൊണ്ട് തിരിച്ചു തരാൻ നിൽക്കണ്ട. എടാ ഈ മെയിലും നോക്ക്. നോക്കട്ടെ. വെറുതെ അല്ലല്ലേ ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന് പറയും. ഏട്ടനെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഓസ്ട്രേലിയയിലാ. ഇതിനേക്കാളും നല്ല കമ്പനി, നല്ല ശമ്പളം. ഏട്ടൻ്റെ കുറെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. പിന്നെ എടാ, അളിയന് ജോലി ഇല്ലാത്തതുകൊണ്ടേ നീ നിന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം നാണം കെടാൻ നിൽക്കണ്ട.
പിന്നെ അമ്മേ, ഞങ്ങൾ ഇവിടെ ഉള്ള കാരണേ നാട്ടുകാരെ പേടിച്ചിട്ട് നിങ്ങൾ ആരും ഡോർ അടിച്ച് വീട്ടിനകത്ത് ഒളിഞ്ഞിരിക്കൊന്നും വേണ്ട. ഈ വീട്ടുകാരുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും പല പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കാൻ മടി കാണിക്കുന്നത്. കുറച്ച് ദിവസം നിന്നാല് നിങ്ങൾക്കൊക്കെ ഭയങ്കര നാണക്കേടല്ലേ. ശരി എന്നാല് പിന്നോട്ടെ വാ. മോളെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ മോളെ. അതൊന്നും വേണ്ടമ്മേ. കല്യാണം കഴിച്ചിട്ട് പെൺപിള്ളേർക്കേ സ്വന്തം വീട്ടിൽ ഇത്രയും സ്ഥാനമുള്ളൂ അല്ലേ. അയ്യോ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കള് ക്ഷമിക്കണം. അമ്മയൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ സംഭവിച്ച എന്തായാലും നന്നായി. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ഈ പൊസിഷനും ജോലിയും പൈസയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത് മാത്രം കണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന രീതിയില്ലേ, അത് നിങ്ങൾ നിർത്താൻ പഠിക്കും. അതിനേക്കാൾ അപ്പുറത്താണ് ബന്ധങ്ങള്. അപ്പൊ ഒരാൾ വീഴുമ്പോഴേ അവന് താങ്ങാവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് അവനെ തളർത്താനല്ല. എന്നാലും ഞങ്ങളിനി പോട്ടെ, നിൽക്കുന്നില്ല, സമയം ലേറ്റാവും. എനിക്ക് ചെന്നിട്ട് വിസേന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവളെയും കൂടി കൂട്ടിക്കൊണ്ടാണല്ലോ എനിക്ക്. വാ.